ഓരോ വീട്ടിലും മാതാപിതാക്കൾ കുട്ടികളോട് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണത്. ഇത് പെൺകുട്ടികൾ മാത്രം അറിഞ്ഞാൽ പോരാ, ആൺകുട്ടികളും അറിഞ്ഞായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ പല പ്രശ്നങ്ങളും കുറഞ്ഞേനെ. പക്ഷെ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ബേബി വരാറായോ? ബേബി വരാറാണെങ്കിൽ കല്യാണം കഴിയണ്ടേ? അപ്പൊ ബേബി വരാത്ത എന്തുകൊണ്ട് ആ ബെഡ് സെൽസിന്റെ മെത്ത വയറിനകത്ത് ഒരുക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ ഒരിക്കൽ കുറച്ച് കഴിയുമ്പോൾ ബേബി വരുന്നില്ല എന്ന് കാണുമ്പോൾ ആ ബ്ലഡ് സെൽസ്, ആ ഒരു സെല്ല് പയ്യെ, ആ മെത്തയുള്ള സെല്ല് പയ്യെ പൊട്ടും. ശരിക്കും അണ്ടം ഫോം ആവുക എന്ന് പറയും. ശരിക്കും വാവയ്ക്ക് കിടക്കാനുള്ള ഒരു മെത്തയാണത്. അപ്പോൾ അത് വാവ വരാണ്ടാവുമ്പോൾ എന്ത് ചെയ്യും? അത് പൊട്ടും. അത് പൊട്ടിയിട്ട് ആ ബ്ലഡ് സെൽസ് മെത്ത പൊട്ടി അത് യൂട്രസ് ക്ലീൻ ചെയ്ത് പുറത്തോട്ട് വരും. പുറത്തോട്ട് വരുമ്പോൾ അത് ബ്ലഡായിട്ട് പുറത്തോട്ട് വരുന്നേ ഉള്ളൂ. അത് വലിയ മുറിവോ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമൊന്നുമല്ല. യൂട്രസ് എല്ലാ മാസവും ക്ലീൻ ചെയ്ത് പോകുന്നതിൻ്റെ ഒരു പ്രോസസ്സാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അത് വരുന്നോണ്ടിരിക്കുമ്പോഴത്തേന് 7 ദിവസം അപ്പോൾ നമ്മൾ പാഡ് യൂസ് ചെയ്യുക, അത് മാറ്റുക, റെസ്റ്റ് എടുക്കുക, അടങ്ങി ഒതുങ്ങിയിരിക്കുക, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, ശരീരം നന്നായിട്ട് കെയർ ചെയ്യുക. മനസ്സിലായോ? ഇനി അടുക്കും ചിട്ടയൊക്കെ ആയിട്ട് നടക്കണം. ഒരു വലിയ പെൺകുട്ടിയായി ഇപ്പോൾ കുറേ നാളായിട്ട് നല്ല ദേഷ്യം വരാറുണ്ട്. അതൊക്കെ ഇതിൻ്റെ